ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനസ് ഫാഷൻ ഡേ. എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു കുഞ്ഞൻ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, നമ്മളെപ്പോഴും ഒരു ബീഡ്സ് കാണിക്കാറില്ലേ, ഒരുപാട് സെയിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബീഡ്സ് കാണിക്കാറുണ്ട്. ഈ ഒരു ടൈപ്പ് നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് വരുന്നൊരു ബീഡ്സാണ് കേട്ടോ. നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാം, കൈച്ചേനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൈച്ചേൻ ഉണ്ടാക്കുന്ന ഒരു എലാസ്റ്റിക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ഇത് ഭയങ്കര നൈസായിട്ടുള്ള നല്ലൊരു എലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട്, ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൈച്ചെയിൻ കാണിച്ചു തരാവേ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഇതേപോലെ എലാസ്റ്റിക് എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം. അതായത് എലാസ്റ്റിക് എടുക്കുമ്പോൾ ഇത് കുറച്ച് കണ്ടോ വലിയുന്ന ടൈപ്പാണ്. അപ്പം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. എത്രയാണോ നമ്മുടെ കൈക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഊരാനും ഇടാനും പറ്റും. ഇത് വെച്ചിട്ട് കുറച്ചൊന്ന് ടൈറ്റായി പോയാലും ഊരാനും ഇടാനും പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ കെട്ടിയെടുക്കാൻ വേണ്ടത് അതും കൂടി വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് കട്ട് ചെയ്താലും മതി കേട്ടോ. അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ബീഡ്സ്. ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. കണ്ടോ, അടങ്ങിയിരിക്കുന്നില്ലല്ലോ. കണ്ടോ, കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്നുകിൽ നമുക്ക് ഇതേപോലെ വെച്ചിട്ടൊന്ന് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്തിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതേ രീതിയിലാണ് ആദ്യത്തത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. പൊട്ടിച്ചെടുക്കുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ഒരു മാലയായിട്ടിരിക്കുവാണല്ലോ, പൊട്ടിച്ച് പല ബീഡ്സായിട്ട് എടുക്കാതെ നമുക്ക് ഇതിൽ വെച്ചുകൊണ്ട് തന്നെ ഈ എലാസ്റ്റിക്കും കൂടെ ഒന്ന് കോർത്ത് കൊടുക്കാം. അതാവുമ്പോൾ പൊട്ടിച്ച് പല വഴിക്ക് മുത്ത് പോയി എന്നൊരു പരാതിയും വേണ്ട. ഈ ഇരിക്കുന്ന അതേ അളവിൽ തന്നെ അതേ കളറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈസി മെത്തേഡല്ലേ. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ കയറ്റി കൊടുത്താൽ മാത്രം മതി. മുത്തിൻ്റെ ബ്രേസ്ലെറ്റുകൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ബീഡ്സ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ബീഡ്സ് നല്ല ക്വാളിറ്റി ഉള്ളതാണോ, ഒരു തോലിളകി പോകുന്ന ടൈപ്പാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് തോലിളകി പോകുന്ന ടൈപ്പാണ്, എന്ന് വെച്ച് പെട്ടെന്ന് ഇളകി പോകുന്ന ഒരു ടൈപ്പല്ല. ഇപ്പോൾ ഇളകി പോവാത്ത ടൈപ്പ് എന്ന് പറയുന്ന ബീഡ്സ് പേളിൻ്റെ ടൈപ്പാണ്. നമുക്ക് ഇളകി പോവാത്ത ടൈപ്പ് വരുന്നത്. അതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈപ്പ് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതേപോലെ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അത്യാവശ്യം നല്ല വിലയാവും. അപ്പോൾ നമുക്കതിലൊന്നും കിട്ടാനില്ല. ഇത് പെട്ടെന്ന് തോലിളകി പോകുന്നൊരു മുത്തല്ല കേട്ടോ. നമുക്ക് ബ്രേസ്ലെറ്റിന് യൂസ് ചെയ്യുന്ന മുത്ത് തന്നെയാണ്. കണ്ടോ, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ടൈപ്പല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ തന്നെ കളറല്ല, ഇതിൻ്റെ മണ്ടയിൽ കോട്ടിങ് വരുന്നതാണ്. ഇളകി പോകുന്നതല്ല, പെട്ടെന്ന് ഇളകി പോകുന്നതല്ല. ഓക്കെ, മനസ്സിലായോ? ഇത് വെച്ചിട്ട് തന്നെ ബ്രേസ്ലെറ്റ് ചെയ്താൽ മതി. നമുക്ക് ഒരു 30 രൂപയ്ക്കോ 25 രൂപയ്ക്കോ ഒക്കെ ഒരു ബ്രേസ്ലെറ്റ് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടേ പറ്റുള്ളൂ കേട്ടോ. മറ്റൊരു ടൈപ്പ് ബീഡ്സൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്യാവശ്യം നല്ല റേറ്റിന് മാത്രമേ സെയിൽ ചെയ്തെടുക്കാനും പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതേപോലെ ഏറ്റിയെടുക്കാം. ഇത് ആർക്കും അറിയില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും ഈസിയാണ് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ആ ഇതിൽ കൂടെ തന്നെ എലാസ്റ്റിക് ഇങ്ങനെ കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കയ്യിൽ കയറുന്ന ഒരു അളവിലാക്കി എടുത്തിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാനിതിനെ പൊട്ടിച്ച് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ എത്ര ബീഡ്സ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളിതിൻ്റെ അകത്തേക്ക് ഏറ്റി കൊടുത്തിട്ട് ഇനി നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാം. ആദ്യം നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാവേ. അപ്പോൾ എത്ര വേണം അളവെന്ന് ആദ്യം കറക്റ്റ് നോക്കാം. ഒരുപാട് ലൂസിൽ കിടക്കുകയും വേണ്ട, എന്നാൽ ഒരുപാട് ടൈറ്റായാൽ നമുക്ക് കയ്യിൽ ഇടാനും പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ, കണ്ടോ, ഈ ഒരളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കെട്ടിയെടുക്കാം.
നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക കേട്ടോ. കുറച്ച് കെട്ടുകൾ ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇളകി പോകരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനനുസരിച്ച് നന്നായിട്ട് കെട്ടിയെടുക്കാം. ആദ്യമേ നമ്മളിത് കട്ട് ചെയ്ത് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ഏറ്റുന്നതുകൊണ്ട് കുറച്ച് ഇലാസ്റ്റിക് എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും ഭാഗം. അപ്പം അതിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇലാസ്റ്റിക് വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. അപ്പോൾ മാക്സിമം നമ്മൾ പ്രൊഡക്റ്റുകൾ വേസ്റ്റ് ആക്കാണ്ട് നല്ല രീതിക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചോദിക്കും ഞാനിപ്പോൾ വേസ്റ്റ് ആക്കിയതാണെന്ന്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണല്ലോ. ഓക്കെ, ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ പ്രോഡക്ട്സുകൾ കുറച്ച് യൂസ് ചെയ്യുക. എന്താ പറയുക, വേസ്റ്റ് ആക്കാണ്ട് യൂസ് ചെയ്യുക കേട്ടോ. എന്നാലാണ് നമുക്ക് അതിന് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാലമുത്തിൻ്റെ ഇതിൻ്റെ അതോളം നൂല് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് ഈ നൂല് കട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നൂലൊന്ന് കട്ട് ചെയ്തിട്ട് ആ നൂലെടുത്ത് ഈ മാലയങ്ങ് കെട്ടിക്കൊടുക്കുക കേട്ടോ. രണ്ടിന്നും മുത്തുകൾ ഇളകിപ്പോകാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുന്ന് എവിടെന്നെങ്കിലും ആ ത്രെഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്കിവിടെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള നീളത്തിന് കിട്ടക്ക വിധത്തിൽ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ത്രെഡ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം മുത്തും ഇപ്പം ഊരി ഇവിടെയൊക്കെ വീഴും. ഞാനാണെങ്കിൽ വെളിയിൽ ഒന്നും കൂടിയാണ് ചെയ്യുന്നത്. താഴത്ത് വീണ് പണി കിട്ടും. അപ്പോൾ പതുക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പ്ലാസ്റ്റിക്കിൽ കട്ട് കൊള്ളരുത് കേട്ടോ. സൂക്ഷിച്ചിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നേരം നമ്മൾ ചെയ്തത് വെറുതെ ആയിപ്പോവും. ഇലാസ്റ്റിക്കിൽ കട്ട് കൊള്ളുകയാണെങ്കിൽ നമുക്ക് ആ നൂല് ഊരിയെടുക്കാം. ഓരോ എടുക്കുന്നുണ്ട് കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ, മുത്തൊന്നും വേസ്റ്റ് ആവാതെയും താഴെ പോവാതെയും നമുക്ക് കുറച്ച് നീറ്റായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുത്ത് കട്ട് ചെയ്ത് അതിൽ നിന്ന് എടുക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും മുത്തുകൾ. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അതെ, ഊരിയെടുത്തു. രണ്ടും സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുട്ടി ബ്രേസ്ലെറ്റും ഇത് ബാലൻസ് വന്ന ബീഡ്സും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 3-4 ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഈ ഒരു ചെയിൻ വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് എമൗണ്ട് ഇതിൽ നിന്ന് കിട്ടും. കുഞ്ഞു എമൗണ്ടാണ് ലാഭം കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കിത് നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നു പോകത്തില്ല, വലിയ രീതിയിലുള്ള പൈസ നമുക്കിതിൽ നിന്ന് കിട്ടത്തില്ല എന്നൊന്നും വിചാരിക്കരുത്. കാരണം നമുക്ക് ചെറുത് അതായത് കുഞ്ഞു ലാഭത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഇവിടെ ബ്രേസ്ലെറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ യൂസ് ചെയ്യാം. മാലയും ബ്രേസ്ലെറ്റും ഒരേപോലെ നമുക്ക് മേക്ക് ചെയ്തിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഈ കയ്യിൽ വള കിടക്കുന്നുണ്ട്, അത് മാറ്റിയിട്ട് ഈ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കാം. ബാലൻസ് ത്രെഡ് കുറച്ച് നിർത്തിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. മൊത്തം കട്ട് ചെയ്യാണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു വള്ളിയില്ലേ അതും കൂടെ അത് ഒരെണ്ണമായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. മാക്സിമം അറ്റത്തോട്ടിട്ട് തന്നെ ഒറ്റ, അതായത് ഒന്ന് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടത്തില്ലേ, ഒരു എന്താ പറയുക, ഒരു തടയിട്ട് വെക്കാമെന്ന് പറയുന്ന പോലെ നമുക്കിവിടെ നിന്ന് കെട്ടിക്കൊടുക്കാം. ഓരോന്നായിട്ട് കേട്ടോ. ഈ ഒരു വള്ളി കെട്ടി ഇനി അടുത്ത ബാലൻസ് വന്ന ഈ വള്ളിയും കെട്ടിക്കൊടുക്കാം. ഇവിടെ എവിടെയോ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. സ്കൂളിലാണോയെന്നറിയാൻ വയ്യ. ഇതൊന്ന് സ്കൂളിലാണെന്നാണ്. പാട്ടും ഡാൻസും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറം വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിലിട്ട് നോക്കാം.
അപ്പോൾ ഇതേപോലെ നമുക്ക് കുട്ടി കുട്ടി ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലേ. നൂല് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും നമുക്ക് ഇതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ നല്ലത് ഈ ഒരു ഇലാസ്റ്റിക്കാണ് കേട്ടോ. കണ്ടോ, ഇതിൽ നമുക്ക് ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം, ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയൂ. ഇതിനകത്തെ മെറ്റീരിയൽസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.